നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രി നർത്തകിയൊക്കെയാണ് ശോഭന. നമുക്കറിയാം ശോഭനയുടെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൃത്തമാണ്. അപ്പോൾ ശോഭനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാഗസീനിൽ, അത് ചിത്രഭൂമിയാണെന്ന് തോന്നുന്നു, അതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കറങ്ങുന്നുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയുടെ ഹെഡിങ് തന്നെ ശോഭന വിവാഹിതയാകുന്നു എന്നുള്ളതാണ്. തിരുവിതാംകൂർ സഹോദരിമാരുടെ ലളിത, പത്മിനി, രാഗിണി, നമുക്കറിയാം വളരെ ഫേമസ് ആണ്. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് എന്താ പറയുക, ഭയങ്കര ഫേമസ് ആണ്. അവർ ഇന്ത്യ മുഴുവനും അവർ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ സഹോദരി പുത്രിയായ ശോഭന ഇന്ന് മലയാളത്തിലെ നായികമാരിൽ മുൻനിരയിലാണ്. ശോഭന അടുത്ത് തന്നെ വിവാഹിതയാവുകയാണ്. പ്രേമവിവാഹമല്ല, വീട്ടുകാർ തീരുമാനിച്ചതാണ്. മുറച്ചെറുക്കനായ പ്രേമാനന്ദിനെയാണ് ശോഭന വിവാഹം ചെയ്യുന്നത്. ശോഭനയുടെ പൃഥു സഹോദരിയും പ്രഗത്ഭ നടിയുമായ പത്മിനി രാമചന്ദ്രൻ്റെ പുത്രനാണ് പ്രേമാനന്ദ്. അമ്മയോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ പ്രേമാനന്ദ് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത മാർച്ചോടുകൂടി ഇവർ തമ്മിലുള്ള വിവാഹം നടക്കാനാണ് സാധ്യത. വിവാഹത്തിന് ശേഷം ശോഭന അഭിനയത്തോട് വിട പറയും. ഇതാണ് ഇതിലെ വാർത്ത. ഈ വാർത്തയിൽ പ്രേമാനന്ദിൻ്റെ ഫോട്ടോയും ശോഭനയുടെ ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു വാർത്ത ഉണ്ട്, അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 88-ലോ 87-ലോ ആ സമയത്ത് ഏതോ ഒരു ചിത്രഭൂമിയിൽ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരു ഗോസിപ്പാണോ അതോ ശരിക്കും ഇതുപോലെ എന്താ പറയുക, അവർ ഉറപ്പിച്ചതാണോ? എന്തായാലും ശോഭന പ്രേമാനന്ദിനെ വിവാഹം കഴിച്ചില്ല. ആരെയും ശോഭന വിവാഹം കഴിച്ചിട്ടില്ല. ഇപ്പോഴും ശോഭന എന്താ പറയുക, അവിവാഹിതയാണ്. പക്ഷേ പ്രേമാനന്ദിനെ കുറിച്ച് ഞാനൊരു സ്റ്റഡി നടത്തി. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഞാൻ ഈ ഉദയം പടിഞ്ഞാറ് എന്നുള്ള സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമയെ എടുത്ത് കണ്ടു. പ്രേമാനന്ദനെ കുറിച്ചും ഞാനൊന്ന് എന്താ പറയുക, മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ലളിത, പത്മിനി, രാഗിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരികളായിരുന്നു. അപ്പോൾ ഇതിൽ പത്മിനി രാമചന്ദ്രൻ, അവരുടെ മകനാണ് പ്രേമാനന്ദ്. അപ്പോൾ പത്മിനി രാമചന്ദ്രനും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് അവരെ അറിയാവുന്നത് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് നോക്കത്ത ദൂരത്ത് കണ്ണുന്നിട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിൽ ആ ഒരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് മദറിൻ്റെ റോൾ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് അവർ എല്ലാ ഭാഷയിലും, അവർ തമിഴും ഹിന്ദിയും തെലുങ്കിലും എല്ലാ ഭാഷയിലും അവർ അഭിനയിച്ചിട്ടുള്ളതാണ്. ഹിന്ദിയിൽ അവർ എന്താ പറയുക, വളരെ എന്താ പറയുക പ്രശസ്തമായ മേരാ നാം ജോക്കർ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ, രാജ്കുമാറിൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവർ അത് കഴിഞ്ഞിട്ട് ഇവർ അഭിനയത്തിന് എന്താ പറയുക ഒരു ഇടവേള നൽകിക്കൂടി ഇവർ കല്യാണം കഴിഞ്ഞ് ഇവർ അമേരിക്കയിലായിരുന്നു സെറ്റിലായിരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രേമാനന്ദ് എന്ന് പറയുന്ന മകൻ, അദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശോഭനയുടെ കസിനാണ്. ഈ പറഞ്ഞ പോലെ മുറച്ചെറുക്കൻ, ആ ഒരു സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ മുറച്ചെറുക്കനാണ്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ വിവാഹം ഉറപ്പിച്ചതായിരിക്കാം. എന്തായാലും പ്രേമാനന്ദ് ഒരു സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഉദയം പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ച് ഞാനൊന്ന് നോക്കി. ഞാൻ ആ ഒരു സിനിമ ഒന്ന് കണ്ടിരുന്നു. ഇത് എന്താ പറയുക, സംവിധായകനല്ല, നമ്മുടെ കാരണവരായ മധു സാറ് സംവിധാനം ചെയ്ത സിനിമയാണ് ഉദയം പടിഞ്ഞാറ്. അദ്ദേഹം വളരെ അപൂർവം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അപൂർവമല്ല, ഒരുപാടുണ്ട് ശരിക്കും. പക്ഷേ ഒരു 80s ശേഷം ശരിക്കും അദ്ദേഹം അധികം സിനിമകളും സംവിധാനം ചെയ്തിട്ടില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു അവസാനം സംവിധാനം ചെയ്ത സിനിമയാണ് ഉദയം പടിഞ്ഞാറ്. അപ്പോൾ ഉദയം പടിഞ്ഞാറ് സിനിമ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയുടെ പല സീൻസും കട്ടായി പോയിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞാൽ അന്ന് ഫിലിമൊന്നും പ്രോപ്പർലി സൂക്ഷിച്ച് വെക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ആ ഒരു സിനിമ ഞാൻ മെയിനായിട്ട് പണ്ട് എപ്പോഴും ടി വിയിൽ വന്നപ്പോൾ കുറച്ച് സീൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അതിൽ പ്രേം നസീറും മധുവും ഭരത് ഗോപി, ശ്രീവിദ്യ, രതീഷ്, ഒരു ഭയങ്കര സ്റ്റാർ കാസ്റ്റാണ് ആ ഒരു സിനിമയിലുള്ളത്. ആ ഒരു സിനിമ വിദേശത്താണ്, അത് അമേരിക്കയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയിലാണ്. എനിക്കത് ആ ഒരു സിനിമ ഒന്ന് കണ്ടതാണ്, പക്ഷേ എങ്കിലും എനിക്ക് കറക്റ്റായിട്ട് അത് എവിടെ ഷൂട്ട് ചെയ്ത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അതിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കൊറിയോഗ്രാഫി മിസ്സസ് പത്മിനി രാമചന്ദ്രൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ അമേരിക്കയിലാണെന്ന് സെറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ അവരായിരിക്കും അതിൻ്റെ കൊറിയോഗ്രാഫിയും കാര്യങ്ങളും ചെയ്തത്. ഇതിൽ മധു സാറിൻ്റെ മകൻ്റെ ഒരു റോള്, 3 മക്കളാണ്, അതിൽ ഒരു മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേമാനന്ദാണ്. അതിൽ അദ്ദേഹം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ക്യാരക്ടറാണ്, വളരെ ഒരു യങ് ക്യാരക്ടറാണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ അവർക്ക് മധുവിനും ശ്രീവിദ്യയ്ക്കും 3 മക്കളാണ്. ഒരു മകൻ പ്രേമാനന്ദ്, മറ്റൊരു മകള് ശോഭന, പിന്നെ ഒരു പുതിയൊരു നടിയാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിൽ ശോഭനയുടെ പേരായിട്ട് രതീഷാണുള്ളത്. പിന്നെ പ്രേം നസീർ ഉണ്ട് ഇതിൽ, ഇവരുടെ ഒരു സുഹൃത്തായിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ
അത് ഭയങ്കര അതിഗംഭീര സിനിമയൊന്നും അല്ല, ഒരു ആവറേജ് സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റിങ് കാര്യങ്ങൾ, കാരണം പ്രേം നസീർ, മധു, ഇവരെ ഒരു 80s ഒക്കെ ആയപ്പോൾ ഇവർ കൂടുതൽ അച്ഛൻ വേഷം ക്യാരക്ടർ റോളുകളൊക്കെ മാറി നിന്ന ഒരു സമയത്ത് അവർ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ എനിക്ക് കുറച്ചുകൂടി കൗതുകം തോന്നിയത് പ്രേം നസീർ ഒരു പക്ഷം മധുവിനെക്കാട്ടും ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. എന്നും നമ്പർ 1 പ്രേം നസീർ ആയിരുന്നു. പ്രേം നസീറിന് തൊട്ട് താഴെയാണ് മധു, പിന്നീട് ജയനൊക്കെ ഉണ്ടായിരുന്നത്. ആ പ്രേം നസീർ ഇതിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ നല്ലൊരു ക്യാരക്ടറാണ്, ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. പിന്നെ ഭരത് ഗോപിയുടെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഒരു പ്ലേ ബോയ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ യൂട്യൂബിലിട്ട സിനിമ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നാൽ അതിൽ പ്രേമാനന്ദ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൽ അതിലൊരു നായികയുണ്ട്, പ്രണയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നായക തുല്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു നല്ലൊരു ഇമോഷൻസ് ഒക്കെ ഉള്ള റോളിലൂടെയാണ് അദ്ദേഹത്തെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പറഞ്ഞ ശോഭനയുടെ ബ്രദറായിട്ടാണ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം പിന്നീട് തുടർന്ന് എന്താ പറയുക, ആ ഒരു സിനിമയിൽ അഭിനയിച്ചില്ല. അപ്പോൾ അത് എന്താണ് കാരണമെന്നറിയില്ല. പിന്നെ ഞാനിപ്പോൾ ഞാൻ വായിച്ചു, അദ്ദേഹം അമേരിക്കയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞു, അദ്ദേഹം അവിടെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ പത്മിനി രാമചന്ദ്രൻ, അവർ കുറേ വർഷമായി അവർ മരിച്ചിട്ട്. അവർ ഭയങ്കര പ്രശസ്തമായിരുന്നു. നമുക്കറിയാം, അവർ എന്താ പറയുന്ന നൃത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നീട് അവരേക്ക് എനിക്ക് എന്തൊരു ഹാർട്ട് അറ്റാക്കാണോ അസുഖമായിട്ട് അവർ മരിച്ചതാണ്. എന്തായാലും പ്രേമാനന്ദ് എന്ന് പറയുന്നത് ഒറ്റ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അന്ന് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ റഹ്മാനൊക്കെ ആയിരുന്നു പൊതുവേ അങ്ങനത്തെ റോളൊക്കെ അന്ന് ചെയ്തിരുന്നത്. റഹ്മാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റഹ്മാൻ്റെ അതേ ലുക്കിലുള്ള ഷഫീഖ് എന്ന് പറയുന്നൊരു നടൻ അതുപോലെ വന്നിരുന്നു. അല്ലെങ്കിൽ ഒരു മലർത്തോപ്പിൽ എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷഫീഖ് ഉണ്ട്. പക്ഷേ അതേപോലെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നായകനായിരുന്നു പ്രേമാനന്ദ്. പിന്നെ ഞാൻ ആ സിനിമയുടെ യൂട്യൂബിൽ എൻ്റെ കമൻ്റൊക്കെ കണ്ടിരുന്നു. കൃഷ്ണയുടെ ലുക്കുണ്ട്. ശരിയാണ്, കാരണം കൃഷ്ണ ഇവരുടെയൊക്കെ മരുമകനാണ്, ഈ ഒരു കുടുംബത്തിൽപ്പെട്ടാണ്. അപ്പോൾ കൃഷ്ണയുടെ അമ്മാവനായിട്ട് വരും ശരിക്കും പ്രേമാനന്ദ്. അപ്പോൾ പണ്ട് നമ്മുടെ ഈ ഇൻഡിപെൻഡൻസിലും വാഴ്ന്നൂറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കൃഷ്ണയുടെയൊക്കെ ചെറിയൊരു ലുക്കുണ്ട്. എന്തായാലും ഈ ഉദയം പടിഞ്ഞാറ് എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. പ്രേമാനന്ദ് എന്ന് പറയുന്ന ഈ ഒരു നടനെക്കുറിച്ച്, അദ്ദേഹം എന്തുകൊണ്ട് പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിലാണെന്ന് പറയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ അത് പറയുക. അതുപോലെ ഈ ഒരു വാർത്ത, ശോഭന പ്രേമാനന്ദും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ളൊരു വാർത്ത, ഇതൊരു ഗോസിപ്പായിരുന്നോ അതോ ഉള്ളതായിരുന്നോ, പിന്നീട് നടക്കാതെ പോയതാണോ എന്നുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ അന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.